ആണ്, യൂട്യൂബേഴ്സ് ആണ്, നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കലാണ് ഇവരുടെ മെയിൻ ഹോബി. കാണുന്നവരെല്ലാം ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തലയ്ക്ക് കുട്ടിയാണോ? സത്യം പറഞ്ഞ പണിയെടുത്തല്ലേ? പണിയെടുത്തുന്നില്ല, എനിക്ക് സംശയമില്ല. നോർമലിലുള്ള ഒരു വ്യക്തി മണ്ടത്തരങ്ങൾ ചെയ്യത്തില്ലല്ലോ, കുറവായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആക്കി എടുത്തത് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ ആക്കി. ഇപ്പം ലേഡി മിസ്റ്റർ ബീൻ, ലേഡി ചാപ്ലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഗ്രേറ്റ് കോംപ്ലിമെന്റ് ആണ്. രീതിയും ആ ഒരു സ്റ്റൈലും ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എനിക്ക് മിസ്റ്റർ ബീന്റെ ആരാധികയായോണ്ട് എനിക്ക് വലിയ സന്തോഷമുണ്ട്. ചെയ്തിട്ട് കേറി വരുമ്പോ നടത്തയാണ് മിസ്റ്റർ ബീൻ ആ ഒരു നടത്തിയ ഒരു കൈ വെച്ചുള്ള സ്റ്റൈൽ. മിസ്റ്റർ ബീന്റെ എന്തെങ്കിലും ഒരു മാനർ, ഒരു ഫണ്ണി ഫേസ് കാണിക്കുക. ഫേസ് ഫണ്ണിയാണല്ലോ. മൈന്റെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില, അവൾ കാലത്തെ എഴുന്നേക്കൂല, മുറ്റമടിക്കൂല, ഷടിക്കൂല, പല്ലുകൂടി തേക്കില്ല. ആര് പ്രപ്പോസ് ചെയ്തേ? ഹായ് ഹലോ, വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഈസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. ഇന്ന് നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഗസ്റ്റുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ കപ്പിൾസ് ആണ്, യൂട്യൂബേഴ്സ് ആണ്, നമ്മളൊക്കെ ഇങ്ങനെ എപ്പോഴും ചിരിപ്പിച്ചുകൊണ്ടിരിക്കലാണ് ഇവരുടെ മെയിൻ ഹോബി. അതായത് ഇവർ ചെയ്യുന്ന വീഡിയോസൊക്കെ യൂട്യൂബിൽ വൈറലാണ്, അതിൽ കുറേ ഫാൻസും ഉണ്ട് ഇവർക്ക്. അപ്പോൾ നമ്മൾ കൂടുതൽ ഇൻട്രഡക്ഷൻ പറഞ്ഞ് ചളാക്കുന്നില്ല, നമുക്ക് ഇവരുടെ ഒരു വൈറൽ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, സോ അജു ആമി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽസിന്റെ ഓണേഴ്സ് ആണ്. ഹലോ, വെൽക്കം ടു ദി ഷോ. യൂട്യൂബ് ചാനൽസ് ഓണേഴ്സ്. ഇപ്പൊ 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചാനൽ. കുറെ ഫാൻസ് ഉണ്ട്. ഫുൾ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഏറ്റവും കൂടുതൽ കോണ്ടന്റ്സ് ഓൺ വോയിസ് അല്ലല്ലേ? ചെയ്യാറില്ല, സിറ്റുവേഷണൽ കോമഡീസ് ആണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ലൈഫ് എന്തായാലും വീഡിയോ എടുക്കുന്നു, എല്ലാവരും നോർമലായിട്ട് ഇങ്ങനെ പോകുന്നു. ഡെയിലി എണീക്കുന്നു, വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ അതിന്റെ കമന്റ്സ് ഇതെല്ലാം വായിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം. പിറ്റേന്ന് വീഡിയോ എടുക്കാനുള്ള ഒരു എനർജി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വീണ്ടും അതിനെ പറ്റി തന്നെ കൂടുതൽ ടൈം വീഡിയോയിൽ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ലൈഫ്. ആമിന ഹജാസ്. ഓക്കെ, അപ്പം അജു വിത്ത് ആമി. ഇപ്പൊ നോർമലി യൂട്യൂബ്സിൽ ഇപ്പൊ പല ഡിഫറെന്റ് നെയിംസ് ഒക്കെ ആയിരിക്കും ആൾക്കാർ സെലക്ട് ചെയ്യാം. അപ്പൊ ഈ റിയൽ നെയിം തന്നെ ഇടാനുണ്ടായിരുന്ന ഒരു പ്രചോദനം എന്തായിരുന്നു? എന്തിനാ നമ്മള് ആർട്ടിഫിഷ്യൽ ആവുന്നത്? ഞാൻ ആമിനാന്നുള്ളത് ആമിന്ന് വിളിക്കും. പിന്നെ ആദ്യം ആ നെയിമില്ല, വേറൊരു നെയിമിലായിരുന്നു നമ്മൾ ചാനൽ തുടങ്ങിയിരുന്നത്. പിന്നീട് ഇടയ്ക്ക് വെച്ച് ചേഞ്ച് ചെയ്തു. അല്ല, അജൂസ് വ്യൂസ് എന്ന് പറഞ്ഞ ആദ്യം തുടങ്ങിയത്. അതൊരു 1000 ഫോളോവേഴ്സ് ഉണ്ടായപ്പോ ചേഞ്ച് ചെയ്ത് പിന്നെ അജു വിത്ത് അജൂസ് വ്യൂസ് എന്ന് പറയുമ്പോ ആദ്യം അജു ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? അങ്ങനല്ല, അവര് പേര് ചുമ്മാ ചെയ്തെന്ന്, അല്ലാതെ വേറെ അങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്തൊന്നുമില്ല. ശരി, ഇപ്പം അജു വിത്ത് ആമി 8 ലാക്ക് കഴിഞ്ഞു, ഇപ്പൊ 1 മില്യൺ അടുക്കാറായി. അപ്പൊ എങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്? ഇപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ളൊരു ഞങ്ങളെ മാരേജിന് ശേഷമായിരുന്നു, 2020 ആയിരുന്നു ഞങ്ങള്. അതിനുശേഷമാണ് നമുക്കിത് ചാനല് തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു മുന്നേ ഞാൻ 2-3 വട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ തുടങ്ങിയിട്ടുണ്ട്, ഫോളോവേഴ്സ് ഒന്നും വലുതായിട്ടില്ല. പിന്നെ അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് കപ്പിൾ ചാനൽ തുടങ്ങാം, അങ്ങനെ പ്ലാൻ ചെയ്ത്. ഇപ്പം മാരേജിന് ശേഷമാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നിങ്ങളുടെ കോണ്ടന്റ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൺ വോയിസ് അല്ല, പക്ഷേ കുറെ സിറ്റുവേഷണൽ കോമഡീസും കുറെ ലൈഫ് സ്റ്റൈൽ റിലേറ്റഡും നമുക്ക് പറ്റുന്ന അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര റിലേറ്റഡ് ആണ് ചില വീഡിയോസ് ഒക്കെ. ചില വീഡിയോസ് ശരിക്കും റിലേറ്റഡ്, ഇതെനിക്ക് കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണല്ലോ എന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഈ ഒരു തോട്ട് എങ്ങനെയാ വന്നത്? കാരണം പല ആൾക്കാരും ഇപ്പം ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് അതിനിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കോമഡി ആക്കി സ്ക്രിപ്റ്റ് ചെയ്തൊക്കെയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഇല്ല, നമ്മള് ഒരു പിന്നെ എന്തെങ്കിലും ഒരു വിഷയം കണ്ടെത്തും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചിട്ട് തുടങ്ങും. ഐറ്റം വെച്ച് എന്ത് വീഡിയോ ചെയ്യാന്ന് രണ്ടുപേരും കൂടെ ചർച്ച ചെയ്തിട്ട് അത് വെച്ചൊരു
കണ്ടന്റ് നമ്മൾ മേക്ക് ചെയ്തെടുക്കും. അതാണ് നമ്മളെ രീതി. അതൊന്നും ഇല്ലെങ്കിലുള്ള കണ്ടന്റ് ആയിട്ട് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് എടുക്കത്തോളൂ. എന്തെങ്കിലും ഒരു സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇതിന്ന് എന്ത് ചെയ്യാന്നുള്ളത് ചിന്തിക്കത്തോളൂ. അതിനുശേഷമേ കണ്ടന്റ് എന്ത് എടുക്കാന്ന് ആലോചിക്കത്തോളൂ. പിന്നീട് പ്രോഡക്റ്റിലുണ്ടോന്ന് ചെയ്യുന്നെന്ന് പറഞ്ഞാൽ വേറൊരു ഈ കണ്ടന്റ് ഇതുപോലെ വേറെ കാണരുത്. നമ്മളതായ ഒരു കണ്ടന്റ് എന്തെങ്കിലും വെറൈറ്റി പോലെ ആയിരിക്കണം. അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ കണ്ടന്റ് ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. ആരാ ഇതിന്റെ ഒരു മാസ്റ്റർ ബ്രെയിൻ നിങ്ങളില്? കണ്ടന്റ് മാക്സിമം ഞാൻ ആണോ? അജു ഇക്കാണ് എല്ലാം കണ്ടുപിടിക്കുന്നത്. എന്നാലും ഇടയ്ക്കൂടെ പറഞ്ഞു തരും എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ചെയ്യാം അങ്ങനെ. ഇപ്പൊ ഇങ്ങനെ ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് ഇങ്ങനെ ഈ പറയാറുണ്ടോ ലൈക്ക് ഇത് വർക്കൗട്ട് ആകുമോ, അങ്ങനെ വർക്കൗട്ട് ആകുമെന്ന് വിചാരിച്ച് ചെയ്തതിൽ ഹിറ്റായ ആ വീഡിയോ ആണ് ഇപ്പൊ കണ്ടത്. ഞാൻ ഫ്രൂട്ടിയുടെ വീഡിയോസ് ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ പ്രാങ്ക് പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രൂട്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫ്രൂട്ടിയുടെ തന്നെ എടുത്തിട്ട് ആ ഒരു സാധനം തന്നെ വേറെ വേറെ ഫ്രൂട്ടി തന്നെ നമ്മളിപ്പോ കുറെ വട്ടം ആയിട്ടുണ്ടെന്ന് അത് ഈ വീഡിയോ വേണ്ട, ശരിയാവത്തില്ല. കുറെ ടേക്ക് ഉണ്ട്, ഒരുപാട് ഒട്ടിക്കുന്ന സീൻസ് വരുന്നില്ലേ. എനിക്കാണെങ്കിൽ ഒരുപാട് ടേക്കുള്ള വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഇന്ന് വേണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇല്ല നമുക്ക് ഇന്ന് വേറെ കണ്ടന്റ് ഇല്ല, നമുക്ക് ഇത് എടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് എടുത്തിട്ട് അപ്ലോഡ്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഉണ്ട് നമ്മൾ ഇങ്ങനെ വേണ്ടാന്നും പറഞ്ഞ് അതൊക്കെ ഒരുപാട് പോയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഇപ്പൊ ഇങ്ങനെ വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇപ്പൊ ദേഷ്യം വരിക, അതിനുശേഷം എങ്ങനെയെങ്കിലും വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സംസാരിക്കാതെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലടാ, ഇല്ല മറന്നു, അങ്ങനെയൊന്നുമില്ല. മറന്നു അല്ല, നമുക്ക് അങ്ങനെ കണക്കൊന്നുമില്ല. അപ്പൊ തന്നെ ഓർക്കത്തോലില്ല. ഞങ്ങള് ചുമ്മാ ഫണ്ണായിരിക്കും. കാണുന്ന പോലെ തന്നെയാണോ റിയൽ ലൈഫിലും? ഒരു 50% അങ്ങനെയാണ് നമ്മള്. അമ്മി കുറെ എക്സ്പ്രഷൻ അത് ഇടുന്ന വീഡിയോയിൽ കാണിക്കുന്ന കുറച്ചൊക്കെ അമ്മിയുടെ റിയൽ ആയിട്ട് ഉള്ള സംഭവങ്ങളാ. പിന്നെ പകുതി നമ്മള് നമ്മളിപ്പോ പറയാറുണ്ട്, അതായത് ഇപ്പം ഏത് ആക്ടിങ് എടുത്താലും ഏത് എക്സ്പ്രഷൻ എടുത്താലും കോമഡി വഴങ്ങാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ ചിരിപ്പിക്കുന്നത് അത്ര ഈസിയുള്ള കാര്യമല്ല. അത് പല ലെജൻസും നമ്മുടെ മലയാള സിനിമയിൽ നമ്മളത് കണ്ടു വളർന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങളത് ഭയങ്കര അനായാസമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോമഡി ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു വഴിയിലേക്ക്, കാരണം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ കോമഡിയിലേക്ക് പോകാം, ഇതാണ് എനിക്ക് വഴങ്ങുന്നതെന്ന് തിരിച്ചറിഞ്ഞപ്പോഴായിരുന്നു. നമ്മൾ ആദ്യം കുറെ വീഡിയോസ് എങ്ങനെയായിരുന്നു വെച്ചാൽ അമ്മി എന്നെ ഒരു തന്റേടി ആയിട്ടുള്ളൊരു ഭാര്യ അങ്ങനെയാണ് ഫൈറ്റ് രീതിയിൽ. പിന്നെ പിന്നീട് എപ്പോഴോ ഏതോ ഒരു വീഡിയോ ഞാൻ ഇച്ചിരി ഫണ്ണായിട്ട് തോന്നി, അതെനിക്ക് അപ്പൊ ഒരുപാട് പേര് ഇഷ്ടപ്പെട്ട്. പിന്നെ ഫണ്ണിൽ കുറച്ച് വീഡിയോ കൂടെ മുന്നോട്ട് പോയപ്പോഴത്തേക്ക് ഏതോ ഒരു വീഡിയോയിൽ തിരിഞ്ഞു നോക്കി നടന്നു പോയപ്പോഴത്തേക്ക് എന്താ ചാലഞ്ച് ചാപ്ലിനെ പോലെ ആ വീഡിയോ കൊണ്ട് ഒരുപാട് 12,000 കമന്റോളം പെട്ടെന്ന് വന്നായിരുന്നു. അതിനകത്തെല്ലാം ചാപ്ലിൻ 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 പറഞ്ഞ് ഇങ്ങനെ വന്നിട്ട് മിസ്റ്റർ ബീന്. അപ്പൊ നമ്മൾ പറഞ്ഞു ഇത് വെച്ച് നമുക്ക് ഇനി കുറച്ചാളെ പിടിച്ചിരിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ഇനിയുള്ള വീഡിയോ ആ നടത്ത തന്നെ ശരിയാ. പിന്നെ നോക്കാത്ത അത് ആ സ്റ്റൈൽ എനിക്ക് പറ്റുന്നു. നമ്മള് എന്റെ സ്റ്റൈലല്ല, പക്ഷെ അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് അതുകൊണ്ട് പിന്നെ ബാക്കിയുള്ളവര് നടക്കുന്നത് പോലെയല്ല അമ്മി നടക്കുന്നത്. ഒരു നോർമൽ വേറെ സ്റ്റൈലില്ല നടക്കുന്നത്. ഒരുമാതിരി മന്ദബുദ്ധി കുട്ടികളൊക്കെ ഇങ്ങനെ നടക്കുന്നത്. അങ്ങനെയല്ല, എനിക്ക് നല്ലപോലെ നടക്കാൻ അറിയാം. ഇത് പറയുമ്പോ വിചാരിക്കുന്നത് അത് നോക്കും. ബീച്ചിലൊക്കെ പോയി ഇരിക്കുമ്പോഴേ ഞാൻ നടന്നു പോകുമ്പോ ഇവരിങ്ങനെ നോക്കും. ഇങ്ങനെ നോക്കിയിട്ട് അല്ല മോൾ അങ്ങനെയാണോ യഥാർത്ഥത്തിൽ അറിയാൻ വേണ്ടി നോക്കി ഇരുന്നയാണെന്ന്. ഞാൻ ഒരു ദിവസം പേടിച്ചു പോയിട്ടുണ്ട്. ഇരുട്ടല്ലേ, ഈ ബീച്ചില് സന്ധ്യ സമയത്തായിരിക്കും പോകുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുത്ത ഇങ്ങനെ നോക്കി ഇരുന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ നോക്കുന്നേ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ അതൊരു അല്ല നമ്മൾ നോർമൽ ആണോ എന്ന് നോക്കിയതാ, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. വീഡിയോ കണ്ടിട്ട് മെയിൻ ക്വസ്റ്റ്യൻ മറ്റാണല്ലേ തോന്നിയതായിരിക്കും. അങ്ങനെ ഒരുപാട് പേര് കാണുന്നവരെല്ലാരും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തലയ്ക്ക് സുഖമില്ലാത്ത കുട്ടിയാണോ. അപ്പൊ ഞാൻ പറയും ചില ദിവസങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറയും എന്നെ അങ്ങനെ പറഞ്ഞു, എൻ്റെ വീഡിയോ എടുത്ത് എന്നെ അങ്ങനെ ആക്കി. ഞാൻ പറഞ്ഞു നിന്റെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആക്ടിങ് കൊണ്ടാണ് നിന്നെ അങ്ങനെ പറയുന്നത്. അതെ, അത് അവർ അക്സെപ്റ്റ്, അത് അവർക്ക് അങ്ങനെ തോന്നുന്നില്ലേ, ഫീൽ ചെയ്യുന്നില്ലേ. അപ്പൊ പിന്നെ ഇക്കത് പറയാൻ തുടങ്ങിയപ്പോ ഞാൻ വിചാരിച്ചു ശരിയായിരിക്കും, ഞാൻ അതേപോലെ അത്രയ്ക്ക് അങ്ങ് ഇറങ്ങി ജീവിക്കുന്നില്ലേ, അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. സത്യം പറഞ്ഞ പണിയെടുത്തല്ലേ? പണിയെടുക്കുന്നത് എനിക്ക് സംശയമില്ല.
എന്താ മുൻവൈരാഗ്യമുള്ള പോലെ. അങ്ങനെയൊന്നുമില്ല, നമ്മളെ വീഡിയോക്ക് വേണ്ടി ചെയ്തു പോയതാ. പക്ഷെ ഇപ്പം ആദ്യം പ്രശ്നമായിരുന്നു, പിന്നെ ആദ്യം വിഷമമായിരുന്നു. ഇപ്പൊ ഇല്ല. ഉമ്മാടത്തൊക്കെ ചോദിക്കും, എക്കാടെ ഉമ്മാടത്ത് ചോദിക്കും, മരുമോക്ക് പ്രശ്നമില്ല, മരുമോക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ. നമ്മളൊരു വ്ലോഗിൽ വന്ന് പറഞ്ഞായിരുന്നു, ഇപ്പം ഒരുപാട് സിനിമയിൽ തന്നെ ഒരുപാട് ക്യാരക്ടറുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങനെയല്ല സിനിമയായിട്ട് കമ്പയർ ചെയ്യുന്നില്ല, നമ്മളെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് അതാണ്. ഒരു സുഖമില്ലാത്ത കുട്ടിയും ഒരു ബുദ്ധിയുള്ള ഒരാള്, അയാളെ മറ്റേ ആള് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് അയാളെ വന്നു പോകുന്ന ചില അബദ്ധങ്ങൾ, അതാണ് നമ്മളെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ എടുക്കുന്നത്. ഇപ്പൊ നോർമലിൽ എടുക്കുന്ന നോർമലിലുള്ള ഒരു വ്യക്തി മണ്ടത്തരങ്ങൾ ചെയ്യത്തില്ലല്ലോ, കുറവായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ ആക്കി എടുത്തത് ഞാൻ കഷ്ടപ്പെട്ട് അങ്ങനെ ആക്കി അങ്ങനെ വന്നതിന് ശേഷം ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ അത് ചോദിക്കാൻ വരായിരുന്നു. ഇപ്പം ലേഡി മിസ്റ്റർ ബീൻ, ലേഡി ചാപ്ലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു ഗ്രേറ്റ് കോംപ്ലിമെന്റ് ആണ്. എന്നാലും അവരായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവര് പറയുമ്പോ ഞങ്ങള് ഇൻസ്റ്റയില് വന്ന് പറയാം, അയ്യോ അങ്ങനെ അത്രയായിട്ട് അത് പറയും, നമുക്കൊരു ഇതല്ലേ. അവരൊക്കെ അത്രയ്ക്ക് ലെവലില് എന്തോ ലെജൻസ് അല്ലേ നമ്മളപ്പോ എത്ര രീതിയും ആ ഒരു സ്റ്റൈലും ചെയ്യാൻ പറ്റിയൊരു ഭയങ്കര സന്തോഷമുണ്ട്. കാര്യം എനിക്ക് മിസ്റ്റർ ബീന്റെ ആരാധികയായിട്ട് എനിക്ക് വലിയ സന്തോഷം. എനിക്ക് ഭയങ്കര ഇഷ്ടം, എനിക്ക് മിസ്റ്റർ ബീന്റെ കാർട്ടൂൺ ഇഷ്ടം. ഞാൻ വേറൊരു കാർട്ടൂണും കാണാറില്ല കുഞ്ഞിന് തൊട്ടേ ഇതുവരെയും. ഇപ്പൊ ഇട്ടാലും കാണും, കണ്ടിട്ട് അതേപോലെ ചെയ്യും, എനിക്കൊന്ന് പണ്ടോട്ട് അത് ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മിസ്റ്റർ ബീന്റെ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ആ ഒരു ഇങ്ങനെ നമുക്ക് ലൈവായിട്ട് ഒരു എക്സ്പ്രഷൻ മിസ്റ്റർ ബീന്റെ. ഇപ്പൊ ചെയ്യുന്നത് വേറെ ഒന്നാണ്, ആ കാർട്ടൂൺ ഞാൻ കണ്ടിട്ടില്ല. അല്ല അതേ ഇങ്ങനെ വെക്കത്തില്ലേ, ഇങ്ങനെ വെക്കും, അങ്ങനെ വെക്കും എല്ലാ വീഡിയോയിലും. ഇതിങ്ങനെ നോക്ക് അങ്ങനെയൊക്കെ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ വെച്ചോണ്ട് ഇച്ചിരി ചുണ്ട് ഇങ്ങനെ വെച്ചിട്ടാ ചെയ്യുന്നതില്ല. മിസ്റ്റർ ബീൻ ചെയ്യും ഇങ്ങനെ ഇങ്ങനെ ചെയ്തിട്ട് കേറി വരുമ്പോ നടത്തയാണ് നടത്തി ഒരു കൈ വെച്ചുള്ള എന്തെങ്കിലും ഒരു മാനേഴ്സ് അങ്ങനെ ചെയ്യും. സൂപ്പർ ആയിരുന്നു മിസ്റ്റർ ബീന്റെ ടെഡി. രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ വെച്ചിട്ട്. ശരി, അപ്പൊ ഇങ്ങനെ കൊറേ നമ്മളിപ്പോ നെഗറ്റീവ് കമന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്, പക്ഷെ നല്ല കമന്റ്സ് വരാറില്ല. അതായത് നിങ്ങളുടെ വീഡിയോസ് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. ഇപ്പൊ നെഗറ്റീവ്സ് ഇല്ല, അത് നമ്മൾ മുമ്പ് വന്നിട്ടുള്ളത് ഇപ്പൊ ഇല്ല നമ്മുടെ ചാനലിൽ അങ്ങനെ വരാറേ. നെഗറ്റീവ് ആയിട്ട് പറയില്ല. പിന്നെ ആക്ട് ഇഷ്ടപ്പെടാത്തവർ കാണുമല്ലോ, ഇപ്പം ആരായാലും ഫസ്റ്റ് കാണുന്നവർക്ക് നമുക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് സത്യത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ളവരെന്ന് പറയും നേരെ അഭിനയിച്ചൂടെ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ. പിന്നീട് അങ്ങനെ വന്നിട്ട് പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ആദ്യം കണ്ടപ്പോ നമുക്ക് എന്തോ പോലെ തോന്നി, പിന്നീട് കണ്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് ഇഷ്ടമാണ്. ആദ്യം കാണുമ്പോ ഭയങ്കര താല്പര്യമില്ലായിരുന്നു, പിന്നെ കണ്ടപ്പോ കൊള്ളാം, ഇഷ്ടപ്പെട്ട്, അങ്ങനെ ഒരുപാട് ടെൻഷനൊക്കെ മാറുന്നു, ചിരിക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞു ഒരുപാട് മെസ്സേജ് വരാം. വെറുപ്പിന്റെ അവസാനം ഇഷ്ടം കൂടി രാമൻകുട്ടിയോ ഡയലോഗല്ലേ. ശരി, ഇപ്പൊ നിങ്ങളുടെ റിയൽ ലൈഫിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഇപ്പൊ യൂട്യൂബ് അല്ലാതെ എനിക്ക് ജോലിയുണ്ട്, എനിക്ക് ചെറിയൊരു ബിസിനസ് ഫ്രൂട്ട്സിന്റെ ഒക്കെ ചെറിയ അതേ ഉള്ളൂ. ഞാൻ BA പൊളിറ്റിക്സ് ഡിസ്റ്റന്റ് ആയിട്ട് പഠിച്ചോണ്ടിരിക്കുകയാണ്, സ്റ്റുഡന്റും കൂടിയാണ്, പൊളിറ്റിക്സ് വിദ്യാർത്ഥിനിയാണ് നിങ്ങൾ. ഇനി എന്തൊക്കെ നമ്മൾ കാണാൻ കിടക്കുന്നത് പറയാനേ പറ്റൂ. പഠിക്കുന്നു ഞാൻ പഠിച്ചില്ല, ഒന്നും പഠിക്കത്തില്ല. ഇല്ല, ഫസ്റ്റ് സെം കഴിഞ്ഞ് അതിന്റെ ഞാൻ പകുതിയാക്കി വെച്ചേക്കും, അത് പിന്നെ ഞാൻ തുറന്നിട്ട്. ഓക്കെ ചേർന്നു പറയുമ്പോ പറയാം. അങ്ങനെയല്ല, ഞാൻ ഒരു സബ്ജക്ട് മാത്രം എടുത്ത് അന്നൊന്ന് നോക്കി അതൊന്ന് ഫിനിഷ് ചെയ്ത് പിന്നെ എടുത്തില്ല. ഇനി എടുക്കണം. സൂപ്പർ, നന്നായിട്ട് ടീച്ചേഴ്സ് ഒക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ കേരള യൂണിവേഴ്സിറ്റി. യൂണിവേഴ്സിറ്റി ഒന്നും പോകത്തില്ലായിരിക്കും. ശരി, നമ്മളിപ്പം ഇത്ര നേരം സംസാരിച്ചു. അപ്പൊ നമ്മൾ പറയണോ ഡയലോഗ്? ഞാൻ പറഞ്ഞേ ചൂടോട് കൂടി ഒരു ഗെയിം തരാന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരി അപ്പൊ ആരാ മന്ദബുദ്ധിയുള്ള നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ പറഞ്ഞേ ഓക്കെ, ചെറിയൊരു സെഗ്മെന്റ് ഉണ്ട്, ഒരു 10 സെക്കൻഡ് ചാലഞ്ച്. അതായത് ഇതിൽ കുറച്ച് ടാസ്ക് എഴുതിയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഞാനൊരു ചോദ്യം ചോദിക്കും, അതായത് ഞാൻ 10 സെക്കൻഡ് തരും ആൻസർ പറയാൻ വേണ്ടി. ഓരോരുത്തരോടും ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കും. അതിന് ആൻസർ 10 സെക്കൻഡിനുള്ളിൽ പറഞ്ഞാൽ നിങ്ങൾ ജയിച്ചിരിക്കുന്നു, പറഞ്ഞില്ലെങ്കിൽ ഇത് നിങ്ങൾ ചെയ്യണം. പറഞ്ഞില്ലെങ്കിൽ ആ സാധനങ്ങൾ ചെയ്യണം. ഇതിൽ ഇഷ്ടമുള്ളത് എടുക്കാം, ചെയ്യാം. എന്തെങ്കിലും വേഗം പറഞ്ഞാൽ തോറ്റപ്പോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ആരോട് ചോദിക്കണം? ശരി, 3,
തണുപ്പുള്ള രാജ്യം. രാജ്യം സ്ഥലോ? അയർലാൻഡ്, കാനഡ, പിന്നെ കഴിഞ്ഞു. അയ്യോ രണ്ടെണ്ണം പറഞ്ഞു, എന്നാലും ഒരു ടാസ്ക് എടുത്ത കുഴപ്പമില്ല. ടാസ്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണല്ലോ ചോദിക്കുന്നത്. അടുത്തതായി ആരുണ്ട് ഗോപു എന്ന് ഇൻസ്റ്റയില് സ്റ്റോറി ഇടാനാണോ? അതില് ഇത് ഞങ്ങൾ ഇതിട്ടേക്കുമായിരുന്നു. അല്ല കുഴപ്പമില്ല. ടാസ്ക് എന്താന്ന് വെച്ചാല് തെറ്റ് ചെയ്യാത്തതായിട്ട് ആരുണ്ട് ഗോപു എന്ന്. ഇതിപ്പോ ഇക്കായ തെറ്റിയിരിക്കത്തില്ല, എന്നെ തെറ്റിയിരിക്കത്തുള്ളൂ. അല്ല കാരണം ഇവിടെ എല്ലാം കൈകാര്യം ചെയ്യുന്ന കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഗോപു ഗോപു ഞാൻ രാമു അതാണ് രാമു. ഗോപു രാമു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ ഡന്നല്ലേ? കാണിക്കൂ. അയ്യോ നെക്സ്റ്റ് പോസ്റ്റ് അങ്ങോട്ട്. നെക്സ്റ്റ് ശരി ആയോ? ഡണ്ണ്. ഇപ്പൊ വരും. എവിടെ കാണിച്ചേ? ഇട്ട് പക്ഷെ ഇപ്പൊ റിപ്ലൈ ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇതിൽ തെറ്റ് പറ്റത്തില്ല. ഓക്കെ കുറച്ച് കഴിയുമ്പോ നോക്കാം ഇതിന്റെ റിപ്ലൈ. റിപ്ലേസ് നമുക്ക് കുറച്ച് നോക്കട്ടോ. എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. അല്ല ഇപ്പൊ വന്നതാണ് ടാസ്കിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ പറയണ്ടത്. സർപ്രൈസ്. ഓക്കെ അടുത്തത്. ഓക്കെ. മോഹൻലാലും ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിച്ച 3 സിനിമ. ദാസനും വിജയനും. അത് പടയായിരുന്നു. സിനിമയുടെ പേര്. ഇല്ല പറയില്ല. ഇല്ല എനിക്ക് അറിയത്തില്ല. ഒരു സെക്കൻഡും കൂടി. കഴിഞ്ഞു. ഇല്ല ഞാൻ അത് ചെയ്യാൻ തയ്യാറായി. അറിയത്തില്ല, പേരറിയത്തില്ല. ക്യാരക്ടേഴ്സിനെ അറിയാം, പാട്ടറിയാം. സിനിമ ശബ്ദമില്ലാതെ പരസ്പരം കളിയാക്കുക. അല്ല എന്നെ കളിയാക്ക, നീ എന്നെ കളിയാക്ക. പരസ്പരം കളിയാക്കാം, തിരിച്ചു കളിയാക്കാം. അങ്ങനെ സൗണ്ട് കളിയാക്ക്. കളിയാക്കി തീരട്ടെ. ഇനിയായിട്ട് കൊടുക്കാൻ ഇത് മറ്റേത്. അത് ദേഷ്യമില്ലേ? ഇത് ഞാൻ രാജിച്ചു. ഓക്കെ അടുത്തത്. എന്താ? വിനീത് ശ്രീനിവാസൻ ഡയറക്ട് ചെയ്ത 3 സിനിമ. ഒന്ന് പ്രണയം, പിന്നൊന്ന് തട്ടത്തിൻ മറയത്ത്. എന്താ ലാസ്റ്റ് ആവുമ്പോ പറയണേ? രണ്ടെണ്ണം ആലോചിക്കാനുള്ള സമയമുള്ളൊന്നും എനിക്കും തരല്ലേ കേട്ടോ. ഇൻസ്റ്റ സൈലന്റ് ലൈവ്. ഇതല്ലേ ഇൻസ്റ്റയാണ് അവിടെ കിട്ടുന്നേ? അയ്യോ ലൈവോ? ലൈവ് പോയിട്ട് 1 മിനിറ്റ് മിണ്ടാതിരിക്കാം. ഇത് ഫുൾ അല്ല. ഇപ്പൊ നമുക്ക് മറ്റേ സ്റ്റോറി ഇട്ടതിന്റെ അരയില് റിപ്ലൈ നോക്കാലോ. അയ്യോ എനിക്ക് എന്താ ഇൻസ്റ്റയിൽ കയറി പിടിച്ചേക്കുന്നത്? ഞാൻ അതിന്ന് എടുക്കുന്നത് ഷഫിൾ ചെയ്തിടാം. എല്ലാ ഇൻസ്റ്റയിലും. ഇനി ഇൻസ്റ്റയിൽ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല അതിനാരും റിപ്ലൈ പറ്റില്ല. ഇനി ലൈവ് ഇട്. ഇനി ലൈവ് 1 മിനിറ്റ് മിണ്ടാതിരിക്കണം. ഓക്കെ വന്നില്ലല്ലോ. ഫോൺ താഴ്ത്തി പിടിക്കാൻ കാണുന്നില്ല എനിക്ക് ലൈവ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? വന്നു. ഒരു മിനിറ്റ് കമന്റ്സ് ഒന്നും വരുന്നില്ല. ജോയിൻ ആവുന്നില്ല. ലൈവ് ഹായ് കൊറി ഹായ് ഉണ്ട്. എടുത്തേക്ക് നീ എന്ത് മറുപടി പറയും? വേണ്ട. ശരി അടുത്ത ടാസ്ക് ഇവിടെ അല്ലേ? വേണ്ട വേണമെന്നില്ല, ഞാൻ എടുക്കാം. 10 സെക്കൻഡില് വെച്ച് തുടങ്ങുന്ന 3 പാട്ട്. അരികത്തായാരോ. അയ്യോ അയ്യോ അയ്യോ
അയ്യോ എടാ നീ പാടുവല്ലോ പറയാം. അല്ല അറിയാം, പക്ഷെ പെട്ടെന്ന് പറഞ്ഞാൽ വരത്തില്ല. ഈസി, ഞാൻ ചോദിക്കുന്നേക്ക് ഈസിയാ. ഈസിയാ പക്ഷെ വരണ്ടേ. ശരി ഒരു ഫണ്ണി ഫേസ് കാണിക്കുക. ആ ഫേസ് ഫണ്ണി ആണല്ലോ. കാണിക്കണ്ടേ എന്തോ ഒരു ഇത് പറ. ഇക്കാണ് എന്റെ ഫേസ് എക്സ്പ്രഷൻ കാണിക്കുന്ന എന്തെങ്കിലും കാണിയില്ല. ഇത് പേടിക്കുമ്പോ കാണിക്കുന്ന എക്സ്പ്രഷൻ, കൺഫ്യൂഷൻ. ആ ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ ഫണ്ണി ആയിട്ട് എന്തോ കാണിക്കുന്നു. ശരി, ഓക്കെ. അടുത്തത് ചെയ്യടാ. മമ്മൂക്ക ഡബിൾ റോൾ അഭിനയിച്ച 3 സിനിമ. തസ്കര വീരൻ, പിന്നെ തൊമ്മനും മക്കളും. അല്ല തൊമ്മനും മക്കളും അല്ലല്ലോ, വേറെ എന്തായിരുന്നു? ഭൂതം അണ്ണൻ തമ്പി. രണ്ടെണ്ണം പറയും, മൂന്നാമത് പറയത്തില്ല. കണ്ടടി ഒന്നും പറയത്തില്ല. ഒരു സിനിമ രംഗ അഭിനയിച്ച് കാണിക്കാം. ഇഷ്ടമുള്ള അഭിനയിച്ചോ, നിങ്ങളുടെ ചോയ്സ്. ഞങ്ങള് അഭിനയിക്കാനോ ഇക്കല്ലേ കൊടുക്കുന്നത്, എന്നെ എന്ത് സപ്പോർട്ട് ചെയ്യണ്ടേ? അല്ല ഏതാ? ദാസൻ. ഞാനാണോ അല്ല വിളിച്ചോ. എടാ ദാസ എന്താടാ വിജയ, നമുക്ക് ഈ ബുദ്ധി എടാ ദാസ എന്താടാ വിജയ, നമുക്ക് എന്താടാ ഈ ബുദ്ധി നേരത്തെ തോന്നാന്? അതിന് അതിൻ്റെതായ സമയമുണ്ടോ? അത്രേ ഉള്ളൂ. എന്ത് രസാവറ്റകളുടെ കരച്ചിലേക്ക്. അത് ഞങ്ങൾ പറഞ്ഞല്ലേ. അത് ട്രോളല്ല. ശരി ചോദിക്കട്ടെ. ഓക്കെ 3 പിന്നെ ശരി 3 കോളേജ് സ്റ്റോറി വരുന്ന സിനിമ, കോളേജ് റിലേറ്റഡ്. ക്ലാസ്മേറ്റ്സ്, ചോക്ലേറ്റ്, ഹൃദയം. ഇടയ്ക്കൂടെ നടക്കുന്നതിനൊക്കെ കൈ അടിക്കണം. അല്ലെങ്കിൽ മൂന്നെണ്ണം ഇടയ്ക്കൂടെ കാണുന്ന സിനിമ. എനിക്ക് കോളേജ് സ്റ്റോറീസ് ഇഷ്ടം. അടുത്തത് 3 ഫോണിന്റെ ബ്രാൻഡ്. എന്തോ ഫോൺ ബ്രാൻഡ്? സാംസങ്, വിവോ, ഓപ്പോ. അത് രസമല്ല, ഈസി ആയിട്ട് ചോദിച്ചതാ. ഫോണിന്റെ അംബാസിഡറാണ്. ഒക്കെ മാറ്റി മാറ്റിയിരിക്കുവായിരുന്നു. എല്ലാ ഓരോ മാസം കൂടുമ്പോൾ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായിരുന്നു കുഞ്ഞു ക്രൈസ്. ഓക്കെ 3 ലവ് ഫെയിലിയർ സോങ്സ്. കനവേ കനവേ, പോ നീ പോ. ഞാൻ പോവില്ല. അത് പറഞ്ഞു 10 സെക്കൻഡ് എന്നാലും ഞാൻ സാങ്കല്പിക കസേരയിലിരിക്കുക. എനിക്കിതൊന്നും ഒരു ഭാഗ്യമില്ല. അയ്യോ ഇരുന്നില്ല. റെഡി? ഓക്കെ ഓക്കെ. എനിക്ക് ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഇരിക്കാൻ പറ്റത്തില്ല. പൊങ്ങിയിരുന്ന എനിക്ക് കറക്റ്റ് ലെവല് കിട്ടും. ഹൈറ്റ് ഉള്ളതുകൊണ്ടായി. ശരി ഓക്കെ. അടുത്തത് ഭയങ്കര റെഡിയാ ടാസ്ക് ചെയ്യാല്ലേ? ഞാൻ റെഡിയല്ല. പൊസിഷൻ കറക്റ്റ് ആണോ? ചെയ്യട്ടെ. 3 റിയൽ ലൈഫ് സ്റ്റോറി വരുന്ന മൂവീസ്. പിന്നെ ഇപ്പം ആടുജീവിതം, പിന്നെ മഞ്ഞുമൽ ബോയ്സ്, പിന്നെ എന്നും നിന്റെ മൊയ്തി. 10 ആയപ്പോ നമ്മളൊരു പകരം ഇടുന്ന ടാസ്ക് ചെയ്യണം. ഓക്കെ അത് കുറഞ്ഞോണ്ടിരിക്കുക. അതല്ലേ വിഷമം. അത് തീരുന്നവരെ നമ്മളോട് ചോദിക്കും. അതറിയാം. മമ്മൂക്കൊക്കെ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ 3 സിനിമ. ഇല്ല എന്താ ചോദിക്കരുത്. എനിക്ക് ബെസ്റ്റ് ആക്ടർ ഫിലിം പറയാം. ഇല്ല ഇല്ല ഇല്ല. എനിക്ക് ഞാൻ എങ്ങനെ ഫിലിം ഞാൻ പറയാതിരിക്കുന്നതാണ് ഇഷ്ടം. അക്കത്തിക്കൊന്നുമില്ല കുറ്റം പറയാന്. ഈക്ക് ഭയങ്കര സാധനമാ. ഒരു തരത്തി പറഞ്ഞാൽ കേൾക്കത്തില്ല. വെറും സ്വഭാവം. എന്താ അങ്ങനെ പറയാൻ റീസൺ? പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല. ഒരു ഭാഗം പറഞ്ഞാൽ കേൾക്കത്തില്ല. ശരി ഇനി 2 ടാസ്കും കൂടി ഉണ്ട്. നിങ്ങളുടെ സന്തോഷത്തിന്
ഇൻസ്റ്റയുടെ മാത്രം ഇത് സ്റ്റോറി ഡിലീറ്റ് ചെയ്യണ്ടേ, അത് കിടന്ന് ഓടുമായിരിക്കും. ഓടട്ടെ. ഒരു പാരഡി സോങ് ഓസ്കാർ അവാർഡ് കിട്ടി അതിന് ശേഷമുള്ള സ്പീച്ച് എനിക്കോ ബെസ്റ്റ് യൂട്യൂബറിന്റെ ഓസ്കാർ അവാർഡ്. മൈക്ക് ഇങ്ങനെ ബെസ്റ്റ് ഓസ്കാർ അവാർഡ് നേടിയിരിക്കുന്നത് നമ്മുടെ അജുവി താമിലെ ആമയാണ്. ആമ വെൽക്കം. വലിയ സന്തോഷം. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇതിൽ കിട്ടുമെന്ന്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും എന്താ ഇതിപ്പോ ഞാൻ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് പറയുന്നതാണ് അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ഓസ്കാർ വേണം, എനിക്ക് ബെസ്റ്റ് കൊമേഡിയൻ മതി. അതിന്റെ മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആയിട്ട് കണക്കാക്കുന്ന ഒരു സാധനമാണ് ഞാൻ. ഇപ്പൊ അതില് വലിയ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ചിരിക്കുന്നതിലും എനിക്കതിൽ ചിരിപ്പിക്കാൻ പറ്റുന്നതിലും. അപ്പൊ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസ് വരും, നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഓസ്കാർ വേണ്ട, നന്ദി നമസ്കാരം. എന്നാ മൈക്ക് ഞാൻ രാജിക്കത്ത് വെച്ച് ഇതൊക്കെ ഇവിടെ നിന്ന് പറയാം. അപ്പൊ ആ സ്റ്റേജിലൊക്കെ ഇതൊക്കെ പഠിച്ചേക്കണ്ടേ? അത് ഇവിടെ നിന്ന് പറഞ്ഞിട്ട് തന്നെ കൈയൊക്കെ തണുത്ത് ചിലപ്പോ AC യുടെ ആയിരിക്കും. എന്തെങ്കിലും പഠിക്കും. എന്ത് പാരഡി? മറ്റേത് ഇവിടെ കലഫമണിയുടെ ഏതെങ്കിലും പാട്ട് പാട്ട് പാടും. അങ്ങനെ പാടുന്നില്ല, ഞാൻ പാടത്തില്ല, അവളെ പാടുന്നു. രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒരു ഡ്യുവറ്റ് സോങ്. അങ്ങനല്ല, ഞാൻ പാടി പെട്ടെന്ന് തീർക്കായിരുന്നു. അമ്മയിന്റെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തിട്ടാകെ കുഴപ്പത്തില, അവൾ കാലത്തെ എഴുന്നേക്കൂല, മുറ്റമടിക്കൂല, ഷടിക്കൂല, പല്ലുകൂടി തേക്കില്ല. മുറ്റം അടിക്കാൻ രാവിലെ മുറ്റം അടിക്കത്തില്ല, ഉച്ചയ്ക്ക് അടിക്കുന്നത്. പിന്നെ ഇപ്പോഴാണ് തേച്ചേ ഉള്ളു. ഓക്കെ, അത് ഇത്ര ഓക്കെ. നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഗെയിംസ് കൊടുക്കുമ്പോ ഒരു മടിയില്ലാതെ ചെയ്ത ആൾക്കാരിൽ ഒരാളാണ് നിങ്ങൾ. ചില ആൾക്കാർക്ക് ചെയ്യും, ചില ആൾക്കാർക്ക് അയ്യോ ഈ ടാസ്ക് ഞാൻ എങ്ങനെ ചെയ്യും, അടിപൊളിയായിട്ട് ചെയ്തു. സൂപ്പർ. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഈ ഒരു മനസ്സാണ് നിങ്ങളുടെ ഒരു വിജയത്തിന് പിന്നിൽ. നമ്മളത് കണ്ടിന്യൂ ചെയ്ത് വീഡിയോസ് ഇടുന്നോണ്ടല്ലേ. ഇപ്പൊ എവിടെയെങ്കിലും പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർന്നില്ല. ഇപ്പൊ കോമഡീസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പൊ ഇനി കോമഡി ക്യാരക്ടേഴ്സ്, സിനിമ, ആക്ടിങ് അങ്ങനെയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്കില്ല, കോമഡി ഭയങ്കര ഇഷ്ടം. അതാ ഞാൻ പറഞ്ഞ കൊമേഡിയന്റെ എന്തെങ്കിലും അവാർഡൊക്കെ ആണെങ്കിൽ ഞാൻ ഒരാള് വന്ന് ഇടയ്ക്ക് വെച്ചിങ്ങനെ വിളിച്ചായിരുന്നു, നോക്കട്ടെ എന്തെങ്കിലും ഒരു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഭയങ്കര മടിയാണ് ഞങ്ങൾക്ക്. അതിന് ഫോട്ടോ ഒക്കെ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ ഞങ്ങൾ ഇട്ട് കൊടുത്തില്ല. ഓഡിഷന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തിട്ടില്ല, നമ്മളിൽ നല്ല ഫോട്ടോസ് ഞങ്ങൾ രണ്ടുപേരുടെയും സെൽഫി പിക്സ് കുറവാണ്. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള ഫോട്ടോയെ കാണത്തില്ല. പിന്നെ ഈ അടുത്തിടയ്ക്ക് എടുക്കാൻ തുടങ്ങിയുന്നുണ്ട്. എടുക്കത്തില്ല, വീഡിയോസ് മാത്രം ഭയങ്കര ഫിൽറ്റർ ഒക്കെ ഇട്ട് എടുക്കുമായിരുന്നു. ഇപ്പൊ എടുക്കത്തില്ല. അതെന്താ പറയാ, എനിക്ക് തോന്നുന്നു ഐഫോൺ വന്നതിന് ശേഷം തോന്നുന്നു ഒറിജിനൽ ഫേസ് അല്ലേ, അതിനെ എടുക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. ശരി. ഇപ്പൊ നമ്മള് നിങ്ങളെ കുറിച്ച് എടുത്തു പറയുമ്പോ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട മറ്റൊരാളാണ് ഉമ്മ. എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാളും ഫാൻസ് ചിലപ്പോ ഉമ്മക്കായിരിക്കും. അപ്പൊ ഉമ്മയുടെ ആ ഒരു സപ്പോർട്ട് എങ്ങനെയാണ്? ഉമ്മ എപ്പോ മുതൽ ആ വീഡിയോസിൽ വരാൻ തുടങ്ങിയത്? നിങ്ങൾ നിർബന്ധിച്ച് വന്നതാണോ, അല്ലെങ്കിൽ ഇഷ്ടമാണോ ചെയ്യാൻ? അല്ല, അങ്ങനെയല്ല. നമ്മളെ വീഡിയോ എപ്പോഴും നമ്മൾ രണ്ടുപേരും മാത്രം ചെയ്യുമ്പം ഒരു ബോറ് പോലെ നമുക്ക് ഫീൽ ചെയ്ത്. അപ്പം ആരെങ്കിലും ഒരാൾ ഇതിലേക്ക് കൊണ്ടുവരണമെന്ന് തോന്നി. അപ്പൊ ഉമ്മയോട് ചോദിച്ചപ്പോ ഉമ്മ പറഞ്ഞു റെഡി. പിന്നെന്താ, നമ്മളൊരു നമ്മൾ എന്ത് പറഞ്ഞാലും ഉമ്മ ചെയ്യാൻ പറഞ്ഞാലും ചെയ്യൂന്നുള്ളതാ. അത് ഒറ്റ ടേക്കിലൊക്കെ ശരിയാക്കി കളയും. ഞാൻ എത്ര നാളുണ്ട് അഭിനയിക്കുന്നത്, എനിക്കിത് പറ്റുന്നത്. ഞാൻ എന്താ പൊട്ടനാ? പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു മദറിൻലോ ഇങ്ങനെ ഇത്രയും ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നത് ഭയങ്കര ഒരു വലിയ കാര്യം അല്ലേ? ആ വീട്ടിൽ ഇപ്പം സാധാരണ എല്ലാരും നല്ല, എന്നാലും പൊതുവെ ചില ആൾക്കാർക്ക് ഇഷ്ടണ്ടാവില്ല, ചില ആൾക്കാര് ഇഷ്ടമുണ്ടെങ്കിലും വരില്ല ക്യാമറക്ക് മുന്നില്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. മദറിലോ അങ്ങനെ ഒരു ഫീൽ ഇല്ല. ഞാനും ഉമ്മാന്നാ വിളിക്കുന്നത്. അപ്പൊ ഉമ്മാടെ വില ഉമ്മ എന്നുള്ളൊരു വിളി അങ്ങനെയാണല്ലോ. അപ്പൊ ഉമ്മ, മരുമോള്, അമ്മായി അമ്മ അങ്ങനെയുള്ള.
ഇപ്പൊ നിങ്ങളുടെ ഇപ്പൊ റിലേഷനിലേക്ക് വരുമ്പോ എങ്ങനെയാ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച് ലവ് മാരേജ് ആയിരുന്നു. ഓക്കെ എങ്ങനെ വലിയ ലവ് സ്റ്റോറി ഒന്നുമില്ല. കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടുകാർ തമ്മിൽ അപ്പൊ തന്നെ സംസാരിച്ച് ഞാൻ പോയി 4 വർഷം കഴിഞ്ഞ് marriage. പ്രപ്പോസ് ചെയ്തപ്പോ ഞാൻ ഉമ്മടുത്ത് പറഞ്ഞ് ആര് പ്രപ്പോസ് ചെയ്തേ? ഇക്കായ. എങ്ങനെയാണ് എന്തിനാ +1 +2 ആയിരുന്നു. +2 ഓക്കെ പിഞ്ചു കുഞ്ഞിനെ പോയിട്ട് എങ്ങനെയാണെന്നല്ലേ? അന്ന് ഞാനും ഞാൻ ഡിഗ്രി ആയിരുന്നു. നമ്മളൊരു പ്രൈവറ്റ് കോളേജിലാണ് പഠിച്ചത്. ആ കോളേജ് ഡിഗ്രി ആയിരുന്നു. അതാ അതിന് മുന്നേ ഞങ്ങൾക്ക് അറിയായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ആദ്യമൊന്നും കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ അറിയാവുന്നതുകൊണ്ട് ഞാൻ പിന്നെ പോയി ഉമ്മടുത്ത് പറഞ്ഞു. ഉമ്മാക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. ഉമ്മ ഒരു പറയുന്നില്ല മറുപടി കൊടുക്കണം തിരിച്ച്. ഉമ്മാക്ക് പിന്നെ എന്താ പറയുന്നത് അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അബദ്ധം പറ്റിയെന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കുന്നു പറയൂ. കുഴി ചെന്ന് ചാടി. ഇല്ല ഞാൻ ഒന്നും പറയില്ല. ചില സമയത്ത് നമുക്ക് മൗനമാണ് എല്ലാത്തിനുള്ള മറുപടി എന്ന് കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഞാനൊന്നും ഒന്നും വേണ്ടുന്നില്ല. ഇനി ആരും പറയരുത്, ഈ വീഡിയോ കണ്ടിട്ട് ആരും പറയരുത് ഇനി. സീരിയസ് ആട്ടോ. ഓക്കെ സൂപ്പർ. അങ്ങനെ പ്രപ്പോസ് ചെയ്തു. അല്ല ഇപ്പൊ ഇങ്ങനെ കാണിച്ചപ്പോ മനസ്സിലായോ? അത് കാണിച്ചിട്ട് ബെല്ലടിച്ചായിരുന്നു കോളേജിലോട്ടുള്ള. ഓടി അത് കണ്ട ഉടനെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ അങ്ങ് പോയി. അപ്പോഴേ ക്ലാസ് ഇരുന്ന് പിന്നീട് പിന്നെ വൈകിട്ടൊന്നും പിന്നെ കണ്ടില്ല. പിന്നെ ഫേസ്ബുക്ക് പിന്നെ ചാറ്റ് ചെയ്ത് ചീറ്റ് ചെയ്ത് അതിനുള്ള മറുപടി എന്നെ ചീറ്റ് ചെയ്തതായിരുന്നു. അതാ പറയാൻ വന്നത്. അല്ല ചാറ്റ് ചെയ്ത് അകപ്പെട്ടെന്നാ പറയാൻ വന്നത്. ഞാൻ ഇക്കാര്യം അകപ്പെട്ട്. അത് കൊള്ളാം. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അല്ല ഇത് കഴിഞ്ഞില്ല. അതിന് എങ്ങനെ പ്രപ്പോസ് എന്ത് പറഞ്ഞു? ഇപ്പം എനിക്ക് ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ താല്പര്യം. ഞങ്ങൾ പ്രപ്പോസ് ചെയ്തിട്ടില്ല. പ്രപ്പോസ് പിന്നെ കാണിച്ചു തന്നെ അല്ലാതെ ഇക്ക ഇങ്ങനെ കാണിച്ചു. ഞാൻ തിരിച്ച് ഇഷ്ടമൊന്നും പറഞ്ഞിട്ടില്ലല്ലേ. പിന്നെ അതിനുശേഷം ഞാൻ നമ്മളിപ്പോ ലവ് യു ടു അങ്ങനെയുള്ളു. പ്രപ്പോസ് ചെയ്തിട്ടില്ല. അങ്ങനെ 4 വർഷം ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് 4 വർഷം 2017 4 ആയില്ല. അത് 4 വർഷം പ്രേമമായിരുന്നു. മൊത്തം അപ്പൊ 7 വർഷത്തെ ബന്ധം സുഖസുന്ദരമായിട്ട് പോകുന്നു. കുഴപ്പമില്ലാതെ പോകുന്നു.